നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണം എന്തിനു ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. തിമോത്തിയോസ് എന്ന ഒരു സഭാ ശുശ്രൂഷകനാണ്, ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോട് പൗലോസ് പറയുന്നത് എന്താണ് പ്രസംഗിക്കേണ്ടത്, എന്ത് പ്രസംഗിച്ചുകൂടാ, ദൈവ വ്യവസ്ഥയ്ക്ക് വിരോധമായ പ്രസംഗങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രാക്ടിക്കൽ ഉപദേശം തരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഒരു പ്രസംഗകന്റെ എപ്പോഴുമുള്ളൊരു പ്രലോഭനമാണ് മോറൽ ടീച്ചറായി മാറുക എന്നുള്ളത്. മോറൽ ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, അത് വളരെ ആകർഷകവുമാണ്. മോറൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രലോഭനമാണ്. പ്രത്യേകിച്ചും മോറൽ ടീച്ചിങ്ങിന്റെ എല്ലാ പ്രശ്നം എന്ന് പറയുന്നത് സന്മാർഗ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ അതിന് ധർമ്മോപദേശം എന്ന് പറയും. ഈ ധർമ്മോപദേശം പഠിപ്പിക്കുവാൻ ഒരാൾക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം അയാൾക്ക് സ്വയം തോന്നുന്ന ഒരു റൈച്ചസ്നെസ്, സെൻസ് ഓഫ് റൈച്ചസ്നെസ് ആണ്. ഞാൻ നീതിമാനാണ് എന്നുള്ള സ്വയബോധത്തിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് ധർമ്മോപദേശം പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വേറൊരാളെ ധർമ്മോപദേശം നടത്തണമെങ്കിൽ നമ്മൾ അതിൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ കർത്താവിന്റെ ഉപദേശം ഒരിക്കലും ധർമ്മോപദേശത്തിൽ വരികയില്ല, അത് പത്യോപദേശത്തിൽ വരികയുള്ളൂ. ധർമ്മോപദേശം എന്ന് പറയുന്നത് വഷളത്തരം പ്രവർത്തിക്കുന്നവരോട് സംസാരിക്കാനുള്ളതാണ് എന്ന് പൗലോസ് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ചിന്തിക്കും, എന്തുകൊണ്ടാണ് പൗലോസ് ഇത്രയും ന്യായപ്രമാണത്തിന്റെ കുഴപ്പങ്ങളെ, ന്യായപ്രമാണ പ്രകാരമുള്ള നീതിയുടെ കുഴപ്പങ്ങളെ എടുത്തു പറയാനുള്ള കാരണം എന്താണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇത്ര വ്യക്തമായിട്ട് പൗലോസ് പറയാനുള്ള പ്രൊവോക്കേഷൻ എന്താണെന്നുള്ള കാര്യം, അത് 10-ാം വാക്യം മുതൽ നമുക്ക് ഇങ്ങനെ അത് കാണാം. പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത്. അപ്പം ന്യായപ്രമാണം അല്ലെങ്കിൽ ധർമ്മോപദേശം, ന്യായപ്രമാണത്തിന്റെ ധർമ്മോപദേശങ്ങൾ പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. അപ്പൊ ന്യായപ്രമാണം ആർക്ക് നല്ലതാണ്? ഒരു വഷളത്തരത്തിലോട്ട് ആളുകൾ നീങ്ങുമ്പോൾ അത് തടയുന്നതിന് നല്ലതാണ്. അങ്ങനെയുള്ളവർക്കാണ് ന്യായപ്രമാണം ഉപയോഗിക്കേണ്ടത്. അതൊരിക്കലും വിശുദ്ധന്മാരുടെ പരിജ്ഞാനം പ്രാപിക്കുന്ന ആളുകൾക്കുള്ളതല്ല. ഇവിടെ പറയുന്നത് പത്യോപദേശം അനുസരിക്കാത്ത ആളുകളെ സംബന്ധിച്ച്, അത് മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ച്, വിപരീതമായി ജീവിക്കുന്ന ആളുകളുടെ മേലിൽ ഉപയോഗിക്കേണ്ടതാണ് ധർമ്മോപദേശം എന്നുള്ളത്. ഉദാഹരണത്തിന്, നമ്മുടെ സഭയിൽ ആരെങ്കിലും പത്യോപദേശം അംഗീകരിക്കുന്നില്ല, അതേസമയത്ത് ഇമ്മോറലായിട്ട് ജീവിക്കുന്നു, അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ നിയമങ്ങൾ പ്രകാരം അല്ലാതെ ജീവിക്കുന്ന ആളെ കണ്ടെത്തിയാൽ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ധർമ്മോപദേശം. അല്ല ഒരിക്കലും നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാൻ വേണ്ടിയുള്ളതല്ല. ഇപ്പൊ നീതിമാന്മാരും ആക്കി മാറ്റുവാൻ ഒരിക്കലും ധർമ്മോപദേശങ്ങൾക്ക് സാധിക്കുകയില്ല. അതെപ്പോഴും പത്യോപദേശത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉപദേശത്തിന്റെ സ്വീകരണമാണ് നമ്മളെ നീതിയുടെ അടിമകളാക്കി മാറ്റുന്നതെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് നിങ്ങൾ നീതിയുടെ ദാസന്മാരായി തീർന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ശരിക്കും നീതിയുടെ ദാസന്മാരായി തീരുവാൻ വേണ്ടി നമുക്ക് ഒരു ഉപദേശ രൂപം ആവശ്യമാണ്. ആ ഉപദേശ രൂപം അപ്പോസ്തലികമാണ്, പത്യോപദേശമാണ്. ആ പത്യോപദേശത്തിന്റെ സ്വീകാരം കൊണ്ടാണ് നമ്മൾ ശരിക്കും നീതിമാന്മാരായി മാറുന്നത്, ഒരിക്കലും ധർമ്മോപദേശം കൊണ്ടല്ല. ധർമ്മോപദേശം തിന്മ പ്രിവെന്റ് ചെയ്യാനുള്ളതാണ്, പത്യോപദേശമാണ് നീതി നൽകുവാനുള്ളത്. നമുക്ക് എപ്പോഴും അറിയാം, ധർമ്മോപദേശം എന്ന് പറയുന്നതിന്റെ പ്രധാന അജണ്ട തിന്മ തടയുക എന്നുള്ളതാണ്. കൊല നടക്കാതിരിക്കുക, വ്യഭിചാരം നടക്കാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, മനുഷ്യൻ സെൽഫിഷ് ആകാതിരിക്കുക, ഇതെല്ലാം നെഗറ്റീവ് ക്വാളിറ്റീസിനെ തടയാൻ വേണ്ടിയാണ്. ഒരിക്കലും നമ്മൾ നീതിമാന്മാരാക്കാൻ വേണ്ടിയല്ല, തിന്മ തടയാൻ വേണ്ടിയാണ്. എന്നാൽ നീതിമാനാവുക എന്ന് പറയുന്ന ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അത് പത്യോപദേശത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പത്യോപദേശത്തിന് വിപരീതമാണ് ധർമ്മോപദേശം. ഇന്ന് പലപ്പോഴും സ്റ്റേജുകളിൽ ഈ പത്യോപദേശവും ധർമ്മോപദേശവും തമ്മിലുള്ള വേർപാട് അറിയാൻ വയ്യാത്തത് കൊണ്ട് പല ആളുകളും ധർമ്മോപദേശത്തെയാണ് പത്യോപദേശമായി അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ധർമ്മോപദേശത്തെ പത്യോപദേശമായി അവതരിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ആളുകളുടെ പ്രത്യാശ നഷ്ടപ്പെടും. ഈ പത്യോപദേശം വിശ്വാസത്താൽ മാത്രം സാധിക്കുന്നതാണ്. അതിനെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോഴേക്കും അത് അസ്വാഭാവികവും അപ്രായോഗികവുമായ കുറെ നിബന്ധനകളായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളൊരു പ്രമാണം, അല്ലെങ്കിൽ സ്വത്ത് വിറ്റ് ദരിദ്രന് കൊടുക്കുക എന്നുള്ളൊരു പ്രമാണം. ഈ ഒരു പ്രമാണം നമ്മൾ ഒരു ധർമ്മോപദേശമായിട്ട് അവതരിപ്പിച്ചു കഴിയുമ്പോഴേക്കും ഇതൊരു കഠിനമായ, സാധിക്കാത്തൊരു കാര്യമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം ഒഴിവാക്കും. അങ്ങനെയുള്ള പത്യോപദേശം, അതായത് വിശ്വാസത്താൽ സാധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും?
നടക്കുന്ന കാര്യങ്ങളായിട്ട് പറയും. അതിനെയാണ് ധർമ്മോപദേശം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് കർത്താവ് പറഞ്ഞ കൽപ്പനകളൊന്നും ധർമ്മോപദേശമായി അവതരിപ്പിക്കാൻ സാധിക്കില്ല. അതെല്ലാം വിശ്വാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, വിശ്വാസത്താൽ സംഭവിക്കുന്നതുമാണ്. പ്രവൃത്തിയിൽ വരണമെന്ന് പോലും നിർബന്ധമില്ല. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ തീർന്നു പോകും. കാരണം ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്രമാത്രം നമ്മൾ വളരുന്നു എന്നുള്ള ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പം നീതി എന്ന് പറയുന്ന ആ ഒരു ലെവൽ, ടോപ്പ് ലെവൽ, ക്രൈസ്റ്റ് ലെവൽ ഓഫ് റൈച്ചസ്നെസ് ഈസ് സ്റ്റിൽ ദെയർ. വി ആർ സ്ട്രൈവിംഗ് ടു റീച്ച് ദെയർ. അത് വിശ്വാസത്താലുള്ള ഒരു ഓട്ടമാണ് അതിൽ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നാൽ അതിനെ ധർമ്മോപദേശമായിട്ട് അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അത് ഇംപ്രാക്ടിക്കലായിട്ട് മാറുമെന്ന് മാത്രമല്ല, ആ ഒരു ഹൈ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും പ്രസംഗിക്കാൻ പറ്റില്ല ഈ ഉപദേശങ്ങളെ ധർമ്മോപദേശമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഉപദേശങ്ങളെ താഴ്ത്തിക്കൊണ്ടിരും. മാനുഷികമായ തലത്തിലേക്ക് ഇന്ന് ഉപദേശങ്ങൾ മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പത്യോപദേശവും ധർമ്മോപദേശവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ കൺഫ്യൂഷനാണ്. എന്താണ്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, ഈ പരിജ്ഞാനം എങ്കിൽ ബലമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അപ്പൊ സുവിശേഷത്തിന് അനുസാരണമായിട്ടുള്ള ഒരു പരിജ്ഞാനമാണ് ഇതെന്ന് പൗലോസ് പറയുന്നു. അതായത് ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പെന്തക്കോസ്തുകാരുടെ നീതി എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തുവിന്റെ നീതിയായിട്ടോ വിശ്വാസത്തിന്റെ നീതിയുമായിട്ടോ ബന്ധമില്ല. അതൊരു ധർമ്മോപദേശമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു നീതിയാണ്. ധർമ്മോപദേശമായി അവതരിപ്പിക്കപ്പെടുന്ന നീതി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ ബാഹ്യമായ പെരുമാറ്റത്തിലും നമ്മുടെ സഭാപരമായ ഇടപെടലുകളിലുമെല്ലാം മാത്രം പ്രതിഫലിക്കുന്ന ബാഹ്യമായ ഒരു നീതി, ധർമ്മോപദേശത്താൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു നീതിയാണ് ഇന്ന് ആളുകൾ പിൻപറ്റുന്നത്. ഒരിക്കലും പത്യോപദേശത്തിലേക്ക് കടന്നു വന്നിട്ട് ആ ക്രിസ്തുവിന്റെ നീതിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം ഈ പത്യോപദേശം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നും പഠിക്കേണ്ടതെന്നുള്ളൊരു ജ്ഞാനം നമ്മുടെ ഇടയിൽ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് ധർമ്മോപദേശം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു തോന്നുന്നു, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഗൾഫിലുള്ള അദ്ദേഹത്തിന്റെ സഭയിലെ സുവിശേഷത്തിൽ നിന്നുള്ള ഏതോ ഒരു ഭാഗം പ്രസംഗിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അത് വിട്ടാൽ മാത്രമേ ധർമ്മോപദേശം പറയാൻ പറ്റുള്ളൂ. സുവിശേഷത്തെ ധർമ്മോപദേശമായിട്ട് അവതരിപ്പിച്ചാൽ പാസ്റ്റർമാർ ഉൾപ്പെടെ എല്ലാവരും കൊടുക്കും. സോ വി നീഡ് ടു ഇൻവെന്റ് എ ന്യൂ റൈറ്റസ്നെസ്, അതായത് പാസ്റ്ററെ കൊണ്ട് സാധിക്കുന്ന ഒരു നീതി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പാസ്റ്റർ ആണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു നീതി പ്രസംഗിച്ചാൽ എന്താ പ്രയോജനം? എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു നീതി എന്റെ പ്രസംഗ വിഷയമായാൽ എന്താ പ്രയോജനം? നിങ്ങളാരും ക്രിസ്തുവിലേക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു ആധിപത്യം ഉണ്ടാവും. എനിക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനുള്ള അധികാരമാണ്. കാരണം എന്റെ നീതിയാണ് ഞാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചർച്ചയിലും അവരവരുടെ നീതിയാണ് നടപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ നീതിയിലേക്ക് ഉണ്ടാകേണ്ട ഒരു ബ്രോക്കൺനെസ് ഓഫ് ഫെയ്ത്ത് അല്ല ഉണ്ടാകുന്നത്. പകരം ഈ കൽപ്പനകളെ ഉളവാകുന്ന ലോവർ ലെവൽ, ഹ്യൂമൻ ലെവലിലുള്ള ഒരു നീതിയെ കുറിച്ചാണ് ആളുകൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സഭയിലെ പാസ്റ്റർ അയാളുടെ നീതിയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ ആകും എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും വളരെ ലോവർ ലെവലിൽ ക്രിസ്തുവിന്റെ നീതിയിലേക്ക് തന്നെ മനുഷ്യൻ നോക്കുക പോലും വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ നിന്ന് പുതുനിയമം തന്നെ എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കാരണം ആ നീതിയിലേക്ക് നോക്കാൻ കഴിയില്ല, അത് എങ്ങനെ ഉപദേശിക്കണമെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അതായത് സഭയിലെ പാസ്റ്റർമാരുടെ നീതിയാണ് പുൽപ്പിറ്റിൽ പ്രസംഗിക്കപ്പെടുന്നത്. നീതിമാനായ പാസ്റ്റർമാർ വന്ന് അവരുടെ നീതിയെക്കുറിച്ച് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ മകൻ ആകണം എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് തോന്നും, മറ്റേ പാസ്റ്ററെ പോലല്ല, നല്ല മനുഷ്യനാണ്. ഈ നല്ല മനുഷ്യന്റെ ആഘോഷമാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ മിക്കവാറും ഉള്ളതെല്ലാം. അതേസമയത്ത് നമ്മൾ എല്ലാവരും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നുറുങ്ങിയവരും തകർന്നവരും കർത്താവിന്റെ കൃപയെ അന്വേഷിക്കുന്നവരും വിശ്വാസത്താൽ ഓടുന്നവരുമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പൗലോസ് പറയുകയാണ്, ഈ ധർമ്മോപദേശം പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്ഥാപിക്കുന്നത് നമുക്കതിന് അറിയില്ല. നമ്മൾ ഒരിക്കലും കർത്താവിന്റെ നീതി സ്ഥാപിക്കാൻ പോകുന്നില്ല ധർമ്മോപദേശം വെച്ച്. ഞാൻ ധർമ്മോപദേശം പ്രസംഗിക്കുന്ന ഒരാളോട് ചോദിച്ചാണ്, എന്താണ് നീതി, എന്താണ് അനുസരിക്കേണ്ടത്, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യം വളരെ സാങ്കേതികമായ ഒരു ചോദ്യമാണ്, അതിന് ഉത്തരവില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്ത് നീതിയാണ് അനുസരിക്കേണ്ടത്? ധർമ്മോപദേശമാണെങ്കിൽ ഇതെല്ലാം ധർമ്മോപദേശമേ അനുസരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ എന്താണ് താങ്കൾ അനുസരിച്ചിട്ടുള്ളത്, എന്താണ് എനിക്ക് അനുസരിക്കാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള ടെക്നിക്കൽ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നാണ്. അപ്പൊ ശരിക്കും വി ആർ അബാൻഡനിങ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ടീച്ചിങ്സ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ബിക്കോസ് മോസ്റ്റ് ഓഫ് us കൺസിഡർ ദോസ് ടീച്ചിങ്സ് ടു ബി ഇംപ്രാക്ടിക്കൽ. അപ്പൊ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലോവർ ലെവൽ ഓഫ് റൈച്ചസ്നെസ്സിലേക്ക് നോക്കാം. ഇതാണ് ധർമ്മോപദേശത്തിന്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ പരിജ്ഞാനം എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അപ്പൊ ഇത് തന്നെയാണ് സുവിശേഷം എന്ന് പൗലോസ് പറയാണ്. ധർമ്മോപദേശത്തിൽ അധിഷ്ഠിതമല്ല സുവിശേഷം, അത് പത്യോപദേശത്തിൽ അധിഷ്ഠിതമാണ്.
അത് വേറൊരു നീതിയാണ്, അത് ഉന്നതമായ ഒരു നീതിയുടെ പ്രഖ്യാപനമാണ്. അപ്പോൾ ധർമ്മോപദേശത്തെക്കുറിച്ചും പത്യോപദേശത്തെക്കുറിച്ചുമുള്ള പരിജ്ഞാനം സുവിശേഷത്തിന്റെ ഭാഗമാണ്, സുവിശേഷത്തിന് അനുസരണമായിട്ടുള്ളതാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കും, നമ്മളെ നീതിമാന്മാരാക്കും, നിത്യമായ പ്രത്യാശയാൽ നമ്മളെ രക്ഷിക്കുമ്പോൾ ഒരിക്കലും ധർമ്മോപദേശം കൊണ്ട് നമ്മളെ അങ്ങനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. 12-ാം വാക്യം പറയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്ന വിശ്വസ്തനെ നെന്നി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഈ വിശ്വസ്തനെ നെന്നുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല, ദൈവമാണ് വിശ്വസ്തൻ എന്ന് പറയേണ്ടി വരും. ഇപ്പം എന്നോട് ചോദിക്കാണ് ആർ യു ഫെയ്ത്ത്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നല്ല അതുപോലെ ഞാൻ ചെയ്യുന്നുണ്ടോ? വലിയൊരു സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, പരസ്യമായിട്ട് ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. എങ്കിൽ പോലും ഒരു കാര്യത്തിലും പെർഫെക്ഷൻ ഇല്ലായിരുന്നു എനിക്കറിയാം. അപ്പൊ ശരിക്കും നമ്മൾ വിശ്വസ്തനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, ദൈവം വിശ്വസ്തനെ നെന്നി. അത് കറക്റ്റാണ്. ഹി കൗണ്ടഡ് മീ ആസ് റൈച്ചസ്, ഹി കൗണ്ടഡ് മീ ആസ് ഫെയ്ത്ത്ഫുൾ. അതെങ്ങനെ കൗണ്ട് ചെയ്തു എന്നുള്ളത് അത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, ഹി കൗണ്ടഡ് മീ ഫെയ്ത്ത്ഫുൾ. അപ്പോൾ സുവിശേഷം പരമേൽപ്പിക്കുന്ന ഒരു ഫെയ്ത്ത്ഫുൾനെസ്. എന്താണ് ആ ഫെയ്ത്ത്ഫുൾനെസ്? ഈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം എന്ത് സുവിശേഷമാണോ പരമേൽപ്പിച്ചിരിക്കുന്നത് കോംപ്രമൈസ് ഇല്ലാതെ പറയുക എന്നുള്ളതാണ്. അതാണ് ഫെയ്ത്ത്ഫുൾനെസ്. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ, അത് ആളുകളെ ഭയപ്പെടാതെ, റെപ്യൂട്ടേഷനെ ഭയപ്പെടാതെ, ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരാളെ മുറിവേൽപ്പിക്കേണ്ടി വന്നാൽ മുറിവേൽപ്പിക്കത്തക്ക രീതിയിൽ തന്നെ പറയേണ്ട ധൈര്യം കർത്താവ് ഈ സുവിശേഷകർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം വലിയൊരു ദുരുപദേശം ഈ ഖത്തർ ബേസ്ഡ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. എനിമി അറ്റ് ദ ഗേറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിൽ ഒരു പ്രമുഖനായ വിശ്വാസിയായിരുന്നു. അപ്പൊ എന്നോട് പലരും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇദ്ദേഹം ഖത്തറിലെ ചർച്ച് ഓഫ് ഗോഡിലെ ബിലീവർ ആയിരുന്നു. ഇവിടെ നിന്നുള്ള പല പാസ്റ്റേഴ്സും അതുപോലെ ലീഡേഴ്സും ഒക്കെ അവിടെ പോയി അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും അച്ചായ കൊച്ചമ്മ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതുകൊണ്ട് ആർക്കും അദ്ദേഹത്തിന് എതിരെ പറയാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ധൈര്യക്കൊന്നുമല്ല, ഒരു സ്നേഹം കാരണം അങ്ങോട്ട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നാ പറഞ്ഞു. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെയാണോ ഇതാണോ അതിന്റെ റീസൺ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പണത്തോടുള്ള നന്ദി, കൂറ്, ദൈവത്തോടുള്ള വിശ്വസ്തതയെ കോംപ്രമൈസ് ചെയ്യും. അതായത് നമ്മൾ പണം സ്വീകരിക്കുന്നവരും, ഉദാഹരണത്തിന് ഇപ്പൊ സ്പോൺസർഷിപ്പ്, ഞങ്ങള് ആന്ധ്രയിലായിരുന്നപ്പോൾ സ്പോൺസേർഡ് മണികൾ ഞങ്ങൾ വേണ്ട എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, അത് അറിഞ്ഞപ്പോൾ, ഒരു സ്പോൺസർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്, ബൈ യുവർ ലോയൽറ്റി. അത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അവരുടെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദേ ഹാവ് ബോട്ട് us, നമ്മളെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വിശ്വസ്തത നഷ്ടപ്പെടുന്നത് ഈ പലപ്പോഴും ഫിനാൻഷ്യൽ കൺസിഡറേഷൻസ് വെച്ചാണ്. നമ്മൾ സമ്പത്തിനടിമകളായി പോയാൽ, അല്ലെങ്കിൽ സമ്പത്തിനടിമകളായി പോയ ആളുകൾക്ക് അടിമകളായി. അപ്പൊ ശരിക്കും വിശ്വസ്തത എന്ന് പറയുന്നത്, പണം വരും, അത് ചെലവാകും, അത് തീർന്നുകൊണ്ടിരിക്കും, അത് സുവിശേഷകരിൽ സ്പെൻഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ലോയൽറ്റി എന്ന് പറയുന്ന കർത്താവിനോടാണ്. കാരണം വചനത്തോടാണ്, വചനം എന്നെ ബലമേൽപ്പിച്ചിരിക്കുന്ന വചനത്തോടാണ്. അങ്ങനെ ഓരോ വിശ്വാസിയും ഓരോ ശുശ്രൂഷകനും അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോയൽറ്റി പർച്ചേസ് ചെയ്യാനുള്ള ഗിവിങ്ങുകൾ പല സ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് മിഷൻ ഗിവിങ്സിനകത്ത് ഒത്തിരി ലോയൽറ്റി പർച്ചേസ്, അയാൾ എൻ്റെ മിഷണറിയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പർച്ചേസിങ്സ് ഉണ്ട്. അത് അപകടകരമാണ്, നമ്മുടെ വിശ്വസ്തത ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. പൗലോസ് ഒരിടത്ത് പോലും സമ്പത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടില്ല. സമ്പത്ത് ഒരു കൺസിഡറേഷൻ പോലും ആയിരുന്നില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കിയും പൗലോസ് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വിശ്വസ്തത മാറാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ എല്ലാം കാണുന്നത്. പൗലോസ് പറയുന്നത്, എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തോട് പൗലോസിന് ഇത്രയും വിഷമം എന്നുള്ളൊരു ചോദ്യം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണത്. മുൻപ് ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. അതിന്റെ കാരണം ന്യായപ്രമാണമാണ്. ഈ പൗലോസിനെ അങ്ങനെ ഒരു നിഷ്ഠൂരനാക്കി മാറ്റിയത് ന്യായപ്രമാണമാണ്. ഏത് ന്യായപ്രമാണത്തിനും അങ്ങനെ ആക്കാൻ പറ്റും. കാരണം അതിന്റെ ആത്മീക സത്യങ്ങൾ തിരിച്ചറിയാതെ അതിനെ പുറമേ നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം നിഷ്ഠൂരന്മാരും കരുണയില്ലാത്തവരും ഉപദ്രവികളുമായിട്ട് മാറും.
അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് ജഡ്ജിങ് അതേഴ്സ് എന്നുള്ളതാണ്. വി സ്റ്റാർട്ട് ജഡ്ജിങ് അതേഴ്സ് ആൻഡ് ഹേറ്റിംഗ് അതേഴ്സ്. ഇപ്പൊ ഞാൻ എൻ്റെ ജഡം കൊണ്ട് ഒരു കൽപ്പന പൂർത്തിയാക്കി അനുസരിച്ച് കഴിയുമ്പം എനിക്ക് അങ്ങനെ അനുസരിക്കാത്ത മറ്റുള്ളവർക്ക് ഒരു പുച്ഛം തോന്നുവാണ്. അപ്പോൾ നിയമം അനുസരിക്കുന്ന നിയമം അനുസരിക്കാത്ത ആളുകളോട് എനിക്ക് സ്നേഹമില്ല. എനിക്ക് അവരെ ഞാൻ പോലും അറിയാതെ അവരെ ഞാൻ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ദേ ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ. ഇപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മിഷണറിമാരെ പണം കൊടുത്തു കഴിയുമ്പോൾ അവർ പല റിമോട്ട് വില്ലേജുകളിലൊക്കെ താമസിക്കുന്ന മിഷണറിമാരെ പണം കൊടുത്തു കഴിയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും വചനം കേട്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആ ചിന്താശക്തി അവർക്കും ഉണ്ടാകണമെന്നാണ്. ശരിക്കും അങ്ങനെ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. കാരണം ദേ ആർ ഇൻ എ റിമോട്ട് വില്ലേജ്, ദേ ഹാവ് ലിമിറ്റഡ് ആക്സസ് ടു ദ വേർഡ്സ് ഓഫ് വിസ്ഡം. അപ്പോൾ ദേ ആർ ഓൾ ഇൻ എ വേ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, ഇൻ ദ പാത്ത് വേ ടു സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ അവരെല്ലാം വിശദീകരണത്തിന്റെ ഓരോരോ തലങ്ങളിലാണ്. സോ നമ്മൾ മറ്റുള്ളവരെ കൃപയോടെ നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരാളിലും ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും പണം കൊടുത്തു കഴിഞ്ഞാൽ വി ആർ ലുക്കിംഗ് അറ്റ് പെർഫെക്ഷൻ. അതെന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും പെർഫെക്റ്റ് അല്ല. വി ഓൾ നീഡ് വർക്ക്ഔട്ട്സ്. നമ്മളെല്ലാവരും ഈ വിശുദ്ധിയിൽ തികഞ്ഞു വരേണ്ടവരായിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ കരുണയുടെ സുവിശേഷത്താൽ, കൃപയുടെ സുവിശേഷത്തിൽ പിടിക്കപ്പെട്ടവരാണെങ്കിൽ സകല മനുഷ്യരോടും കൃപ കാണിക്കാൻ നമുക്ക് സാധിക്കും. ദുരുപദേശകരോടല്ല ഞാൻ പറയുന്നത്, ദുരുപദേശകരോടും വഞ്ചകരോടും അല്ല ഞാൻ പറയുന്നത്. സിൻസിയറായിട്ട് കർത്താവിനെ അനുഗമിക്കുകയും എന്നാൽ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്തു പോകുന്ന അനേകം ആൾക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തന്നെ ആയിരിക്കാം അത്. ഓക്കെ, ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വി കുഡ് ബി ദ പീപ്പിൾ who want to be faithful, but പല സമയത്തും ഫോൾട്ടർ ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കാം. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലതിലും നമ്മളെല്ലാം യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം പലതിലും തെറ്റിപ്പോകുന്നു. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് വി ആർ കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ഇൻ സോ മെനി ഏരിയാസ്. ഓക്കെ, മുമ്പേ അതിനർത്ഥം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ പരിശോധിച്ചിട്ടൊന്നും പിടികിട്ടിയില്ലെങ്കിൽ പോലും നമ്മളെ അബ്സോൾവ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് there will be certain things in which we were never good enough, or we have committed something that should not have been done. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസിന് ആ സെൻസ് വളരെ കൂടുതലായിരുന്നു. ഞാൻ മുമ്പ് ദൂഷകൻ ഉപദ്രവി നിഷ്ഠൂരമായിരുന്നുവെങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അപ്പൊ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് പൗലോസ് ചെയ്ത കാര്യങ്ങൾ അവിശ്വാസത്തിൽ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഹി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. കാരണം അത് നിഷ്ഠൂരത ഉണ്ടായത്. ആ 3 പാപങ്ങൾ, ദൂഷണം, ഉപദ്രവം, നിഷ്ഠൂരത, ഇത് 3 ഒരു പ്രവൃത്തിയുടെ സുവിശേഷത്തിന്റെ ഫലമാണ്. നിങ്ങൾ സ്റ്റേജിൽ നിന്ന് ആളുകൾ ഭയങ്കരമായിട്ട് മുമ്പിരിക്കുന്ന ആൾക്കാരെ വഴക്ക് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ മുമ്പിരിക്കുന്ന ആളുകളെ വിശുദ്ധിയുടെ പേരിൽ വഴക്ക് പറയാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്ക് സാധിക്കുന്നത് ഈ നിഷ്ഠൂരത അവരുടെ ഉള്ളിൽ വളർന്നു വരുന്നതുകൊണ്ടാണ്. പലരും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ നന്നാകാത്തത് കൊണ്ടാണ്, നിങ്ങൾ വിശ്വസ്തരല്ലാത്തത് കൊണ്ടാണ്. ആസിഫ് ഐ ആം ഫെയ്ത്ത്ഫുൾ. അപ്പോൾ ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാനിടയാകുന്നത്, ഈ നിഷ്ഠൂരത ഉണ്ടാകുന്നത് മോറൽ നിയമങ്ങളെ, ധർമ്മോപദേശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഥ്യോപദേശമായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, തിരിച്ചു. ഞാൻ മുമ്പ് ദൂഷകൻ ഉപദ്രവയും നിഷ്ഠൂരനുമായിരുന്നു. അപ്പൊ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് ഒരു പ്രോബ്ലമാണത്. ഞാൻ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി വളരെ പാടുപെട്ടതാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഞാൻ എല്ലാവരും വെറുക്കുന്ന ഒരാളാണ്. ഐ ഡിഡ്ന്റ് ഹാവ് ജെന്യുവൻ ലവ് ഫോർ എനിവൺ. അത് ചുമ്മാ പറയുന്നതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള ഒരൊറ്റ സുഹൃത്ത് പോലും എനിക്കില്ല, ഒരൊറ്റ ആളെ പോലും ഓർമ്മയില്ല. രക്ഷിക്കപ്പെട്ട ശേഷം മാത്രമേ എനിക്ക് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഐ ഡിഡ്ന്റ് ലവ് എനിവൺ. ഐ ഡിഡ്ന്റ് നോ വാട്ട് ലവ് വാസ്. എന്നെ സംബന്ധിച്ച് എല്ലാവരും കോമ്പറ്റീഷൻ ആയിരുന്നു. ടു ബി ദ ബെസ്റ്റ് ഇൻ ബിഹേവിയർ ഓർ ഇൻ അക്കാഡമിക്സ്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ രക്ഷിക്കപ്പെട്ടതോടുകൂടി ആ ലോകം തിരിഞ്ഞു മറിഞ്ഞു പോയത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ എന്നെപ്പോലെ ദോഷിയായ ആരും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു പോയിന്റിലാണ്. ബിക്കോസ് ഐ വാസ് എ നിഷ്ഠൂരൻ, ലൈക്ക് പോൾ സെഡ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സഷൻ വിത്ത് റൈച്ചസ്നെസ്, എ മോറൽ റൈച്ചസ്നെസ്, നമ്മളെ ഇങ്ങനെയാക്കി മാറ്റാൻ സാധിക്കും. ജഡ്ജ്മെന്റലാക്കി മാറ്റാൻ പറ്റും. പലപ്പോഴും പാസ്റ്റർമാരുടെ കുറ്റം ഇരുന്ന് പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആയിരിക്കാം, നമ്മൾ തന്നെ ആയിരിക്കാം. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ അർത്ഥവും ഞാൻ അങ്ങനൊന്നും അല്ല, ഞാൻ ഭയങ്കര നീതിമാനാണെന്നുള്ളൊരു ധ്വനിയാണ് അതിനകത്തോടെ വരുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന ഉപദേശങ്ങളുടെ കാര്യത്തിലല്ല. ഉപദേശങ്ങൾ കൃത്യമായി വിവേചിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വലിയ മണ്ടത്തരങ്ങൾ കാണിക്കും.
അതുപോലെ തന്നെ പ്രകടമായ സാമ്പത്തിക വഞ്ചനകൾ, ഇതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കുക, ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും പറയുന്നത് വിശ്വാസത്തിൽ ഓടിയിട്ടും വീണുപോകുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, മനഃപൂർവ്വമായി അധർമ്മം പ്രവർത്തിക്കുന്നവരെ കുറിച്ച്. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഒരു ഭയങ്കര കൃപയാണ്. എന്നെപ്പോലെ ഒരാളെ പിടിച്ച്, ഇതാണ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ ഏറ്റവും വലിയ ഫീലിംഗ്. അതായത് ഈ പാപികളിൽ ഞാൻ ഒന്നാമെന്ന് പൗലോസിനെ കൊണ്ട് എപ്പോഴും പറയിപ്പിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ നിഷ്ഠൂരനായിരുന്നു, സഭ ഉപദ്രവിച്ചവനായിരുന്നു. കർത്താവ് എന്നാലും എന്നോട് എത്രയോ വലിയ കരുണയാണ് കാണിച്ചത്. പാപികളെ രക്ഷിക്കാനാണ്. അത് ഏറ്റവും ഭയങ്കര ഒരു വാക്യമാണ് 15-ാം വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. എങ്ങനെയാണ് പൗലോസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ്. അബദ്ധമെങ്കിലും പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുന്ന ദൈവം. പൗലോസ് പറയാണ്, എന്നെപ്പോലെ നിഷ്ഠൂരനെ ദൈവം രക്ഷിക്കണമെങ്കിൽ, എന്നെപ്പോലെ ഒരു ക്രൂരനായ മനുഷ്യനെ ദൈവം രക്ഷിക്കണമെങ്കിൽ എന്തുമാത്രം ദൈവകൃപയാണ് അന്ത്യകാലത്ത് ഉദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ തന്നെയാണ് വന്നതെന്നുള്ളതിന് ഇതിനും വലിയൊരു സാക്ഷ്യം, എന്നെ രക്ഷിച്ചതിനേക്കാളും വലിയൊരു സാക്ഷ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സകലരും അംഗീകരിക്കേണ്ട വചനമാണ്. കാരണം ഞാൻ ഇത്രയും വലിയ നിഷ്ഠൂരനായ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വന്നതെന്നുള്ളത് തന്നെ അവൻ നീതിമാനെ അന്വേഷിച്ചല്ല, പാപികളെ അന്വേഷിച്ച് വന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ടാണ് പൗലോസ് പറയുന്നത്. സോ ദാറ്റ് വാസ് ഹിസ് ബ്രോക്കൺനെസ്. ഞാൻ ഏറ്റവും കൂടുതൽ പൗലോസിൽ കണ്ടത് ദാവീദിൽ കാണുന്നു ഈ ബ്രോക്കൺനെസ് ആണ്. ദാവീദ് ഒരു ബ്രോക്കൺ മാനായിരുന്നു. ബ്രോക്കൺ മാൻ. അവന് പെട്ടെന്ന് പാവബോധം ഉണ്ടാവുമായിരുന്നു. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കാൻ ഒരു പ്രയാസമില്ലായിരുന്നു. പൗലോസ് അങ്ങനെ തന്നെയാണ്. പാപിയാണെന്ന് സമ്മതിക്കാൻ ഒരു പ്രയാസമില്ല. ഒരു പാപം ഓൺ ചെയ്യാൻ, ഇത് ഞാൻ ചെയ്തതാണ്, എന്റെ തെറ്റാണ്, ഓൺ ചെയ്യാൻ ഒരു മടിയുമില്ല. അത് നമുക്ക് എല്ലാവരും വലിയ മടിയാണ്. നമുക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും തലയിലെ പാവം എടുത്തു വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടും. നിവൃത്തി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങൾ തന്നെ അടുക്കളയിൽ ചെല്ലുമ്പോൾ ഒരു പാത്രം താഴെ വീണു, നിങ്ങളുടെ കൈ തട്ടിയാണ് താഴെ വീണത്. ഉടനെ ഞാൻ ചോദിക്കുന്നില്ല, ഇത് എന്തിനാണ് ഈ വക്കത്ത് കൊണ്ട് ആരാണ് വെച്ചതെന്ന്. കാരണം നിങ്ങളുടെ കൈ അവിടെ കുറ്റവാളിയല്ല, അതാരോ ഒരാൾ വക്കത്തേക്ക് മാറ്റി വെച്ചതാണ് അതിന്റെ പ്രശ്നം. ഇത് നമ്മൾക്ക് മറ്റൊരാളെ അക്യൂസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ആലിമി, ഒരു റീസൺ കണ്ടുപിടിക്കാൻ നമ്മൾ ഭയങ്കര എടുക്കാനാണ്. ഓക്കെ, അത് എന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വേറൊരാൾ ഇത് ചെയ്തു വരുമ്പോഴേക്കും ഇമ്മീഡിയറ്റ്ലി വി ഫൈൻഡ് സം റീസൺ ടു അക്യൂസ് ദാറ്റ് പേഴ്സൺ ആൻഡ് അബ്സോൾവ് ourselves ഓഫ് ദാറ്റ് ക്രൈം. ഓക്കെ, പക്ഷെ പൗലോസ് ഈ ബ്രോക്കൺ ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. നിങ്ങൾ ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ഓൺ ചെയ്യാൻ, ഞാൻ എന്താണ് ഓൺ ചെയ്യേണ്ടത്, എന്റെ മിസ്റ്റേക്ക് ആണ് ഇതെന്ന് കൺഫസ് ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. ദാറ്റ്സ് വൺ എലമെന്റ് ഓഫ് ബ്രോക്കൺനെസ് ഓർ വൺ എവിഡൻസ് ഓഫ് ബ്രോക്കൺനെസ്. നിങ്ങൾ ബ്രോക്കൺ ആണെങ്കിൽ ഒരു കാരണവശാലും ഒരു ബ്ലെയിം വേറൊരാളിലേക്ക് വിടില്ല. അത് എന്റെ ഭാഗം ഓൺ ചെയ്തേ ഉള്ളൂ. അതാണ് പൗലോസ് എപ്പോഴും ചെയ്യുന്നത്. ദാവീദ് എപ്പോഴും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ദാവീദിന്റെ സ്വഭാവം നോക്കി ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. ദാവീദ് ചെയ്ത പണി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ചെയ്യില്ല. പക്ഷെ ദാവീദ് എങ്ങനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഹാഡ് എ ബ്രോക്കൺ ഹാർട്ട്. അത് ദാവീദ് പറയുന്നുണ്ട്, തകർന്നും മുറുകിയുമുള്ള ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൈവത്തെ കാണുന്ന ഒരാളെ സംബന്ധിച്ച്, ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും blame will not go anywhere. The blame will lie at our own doorstep and we will own that blame. നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഈ ബ്ലെയിം ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളാണ് ശരിക്കും ബ്രോക്കൺ ആയിട്ടുള്ള ആൾക്കാർ. അവരെയാണ് ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലാവുന്നത്. പൗലോസ് പറയുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനായിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അപ്പൊ ശരിക്കും പൗലോസ് പറയുന്നത്, ദൈവം എന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തുമാത്രം കരുണയുണ്ടെന്ന് കാണിക്കണമായിരുന്നു. അപ്പൊ അവർ ദൈവം എന്ത് ചെയ്തു? കുറച്ച് നല്ല ആൾക്കാർ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത്രയും കരുണ വെളിയിൽ വരുന്നില്ല. അപ്പൊ ഏറ്റവും വൃത്തികെട്ട ഒരാളെ തെരഞ്ഞെടുത്തിട്ട്, ഏറ്റവും നിഷ്ഠൂരനും ദുഷ്ടനുമായ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അവനോട് കരുണ കാണിക്കുമ്പോഴാണ് ആൾക്കാർ പറയുന്നത്, ഇവനോട് എങ്ങനെ ഇത്രയും കരുണ കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ പൗലോസ് രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം ഇതെല്ലാം പേടിച്ചിരിക്കുമായിരുന്നു. ഇവനോ
ഇവൻ എന്തുമാത്രം നമ്മൾ ഉപദ്രവിച്ചവനാണ്, ഇവൻ ഈ ദുഷ്ടനെ കർത്താവ് പിടിച്ചവനാണ് അവരെല്ലാം ആദ്യം മണ്ടടിച്ചത്. പൗലോസ് പറയാണ്, നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി. ആരൊക്കെയാണ് ഇനി വിശ്വസിക്കാനുള്ളത് അവർക്കെല്ലാം ഒരു എക്സാമ്പിൾ ആയിട്ട് ദൈവം എഴുതി വന്നിരിക്കുന്നു അവന്റെ സകല ദീർഘക്ഷമ. ഈ ദീർഘക്ഷമ എന്നുള്ളൊരു വാക്ക് ഈസ് റിയലി ഫാന്റാസ്റ്റിക്. അത് ഒരിക്കലുള്ള ക്ഷമയല്ല. ദീർഘക്ഷമ എന്ന് പറയുന്നത് ഞാൻ സാധാരണ പറയാറുള്ള പോലെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സിൻസ് ദാറ്റ് വി കമ്മിറ്റഡ്. ദീർഘക്ഷമ ഈസ് അബൌട്ട് ദ പേഴ്സൺ ദാറ്റ് വി ആർ. അതായത് നമ്മൾ പാപങ്ങളെ ക്ഷമിക്കുന്നത് ക്ഷമ, ആ വ്യക്തിയോട് ക്ഷമിക്കുന്നത് ദീർഘക്ഷമ. ഉദാഹരണത്തിന്, ഒരമ്മയമ്മ മരുമകളെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. അമ്മയമ്മ രാവിലെ ചീത്ത പറഞ്ഞു, അത് ക്ഷമിച്ചു. വൈകിട്ട് പിന്നെ ചീത്ത പറഞ്ഞു, അതും ക്ഷമിച്ചു. പിറ്റേ ദിവസം പിന്നെ ചീത്ത പറഞ്ഞു, അതും ക്ഷമിച്ചു. ക്ഷമ നമ്പർ 1, ക്ഷമ നമ്പർ 2, ക്ഷമ നമ്പർ 3, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമ നമ്പർ 700, 770, 770, 490, 490 പ്രാവശ്യം ക്ഷമിച്ചു. ഇതെല്ലാം ക്ഷമയാണ്, സംബന്ധിച്ചു. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി ചീത്ത പറയുന്ന ഒരാളോട് ക്ഷമിക്കുക എന്ന് പറയുന്നത്, അതായത് പ്രവൃത്തികളല്ല, ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് ദീർഘക്ഷമ. ആ ദീർഘക്ഷമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കാം, പക്ഷെ ഐ ഹാവ് ഫോർഗിവൺ ദാറ്റ് മാൻ, ദാറ്റ് പേഴ്സൺ. കർത്താവ് എന്താ ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ചേസ് എന്ന് പറയുന്ന ആളോടങ്ങ് ക്ഷമിച്ചു എന്നുള്ളതാണ്. അതായത് ഐ ഹാവ് റിസീവ്ഡ് ഫോർഗിവ്നെസ്. അതാണ് പറയുന്നത്, എനിക്ക് പാപക്ഷമ ലഭിച്ചു, ആ പാപികളിൽ ഒന്നാമനായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു, എന്നോട് കർത്താവ് ക്ഷമിച്ചു. ദാറ്റ് മാൻ ഈസ് ഫോർഗിവൺ എന്നുള്ളതാണ്. അതാണ് ടേക്കിംഗ് ഇൻഡിവിജ്വൽ സിൻസ് ആൻഡ് സീക്കിംഗ് ഫോർഗിവ്നെസ് എന്നുള്ളതിനേക്കാളും ക്രിസ്തുവിന്റെ കരുണ വെളിപ്പെടുത്താൻ വേണ്ടി അവൻ ഞാൻ എന്ന വ്യക്തിയോട് ക്ഷമിച്ചു എന്നുള്ളതാണ് ആ ദീർഘക്ഷമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ആൻ എൻഡ്യൂറിംഗ് ഫോർഗിവ്നെസ്, എ ഫോർഗിവ്നെസ് ദാറ്റ് എൻഡ്യൂഴ്സ്. ഓക്കെ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിപ്പാനുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് സകല ദീർഘക്ഷമയും. ഒരു മനുഷ്യനെ നന്നാക്കാൻ എന്തുമാത്രം ക്ഷമ വേണം, പൗലോസിനെ പോലെ ഒരാളെ നന്നാക്കാൻ എന്തുമാത്രം ക്ഷമ വേണം. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു 5-8 വർഷം പിന്നെയും ഈ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന, 8 വർഷമല്ല അതിൽ കൂടുതലോളം ഉണ്ടായിരുന്നു. ആ സ്വഭാവം വളരെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് മുഴുവൻ തുറന്നു പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ഷേപകരമായിട്ട് വരും പല ആളുകൾക്കും. അപ്പം ഈ സ്വയനീതി കാരണം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും ആളുകളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജ് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു കാണും. ഞാൻ അവിടെ ചെന്ന സാധനം പറഞ്ഞു, ഞാൻ പരിപാടി നിർത്താൻ പോകണം എന്ന് പറഞ്ഞ് ബാഗ് വാക്കി ഇതിന് സാധനം എടുത്തുന്നുണ്ട്. ഇത് കാരണം ഈ നടക്കാത്ത പരിപാടികളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുമായിരുന്നു അതിനകത്ത്. അപ്പൊ വൈ ഷുഡ് ഐ? പിന്നെയാണ് എന്നോടൊരു സാറ് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർ വിധിക്കരുത് കേട്ടോ എന്നോട് ഒരാൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ടഫ്. ആ ഒരു പഴയ സ്വഭാവം കർത്താവിനോട് എന്തുമാത്രം ദീർഘക്ഷമ കാണിച്ചിട്ടാണ് ഈ എന്താ പറയുക, ഈ അക്കോമഡേറ്റ് ചെയ്യാൻ, അതായത് പാപികൾ അക്കോമഡേറ്റ് ചെയ്യാൻ, ഞാനും പാപിയാണെന്ന് തിരിച്ചറിയാൻ, അതൊരു ലൈഫായിട്ട് മാറാൻ ഒത്തിരി സമയമെടുത്തു. സോ ഇറ്റ്സ് റിയലി ടഫ്. അതുകൊണ്ടാണ് കർത്താവ് കാണിക്കുന്ന ദീർഘക്ഷമയാണ് നമ്മൾ രക്ഷിച്ചുകൊണ്ട് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. അപ്പോൾ നിത്യമായ രാജാവായ ആ ദൈവത്തിന് എന്നേക്കും സ്തോത്രം ചെയ്യുന്നു. കാരണം എന്നെ രക്ഷിക്കാൻ ദൈവത്തിനല്ലാതെ ആരെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. ഈ പാപിയായ എന്നെ രക്ഷിക്കുവാൻ, പാപികൾ ഒന്നാമനായ എന്നെ രക്ഷിക്കുവാൻ ദൈവമല്ലാതെ ആർക്കും കഴിയില്ലായിരുന്നു. അപ്പൊ എത്രമാത്രം ഫോർബെയറൻസ് ആണ് കർത്താവ് എന്നോട് കാണിച്ചത് എന്നുള്ളത്. ഞാൻ പാപിയാണെന്ന് കർത്താവിന് തെളിയിക്കേണ്ടി വന്നു എന്റെ മുമ്പിൽ. ഞാൻ തന്നെ ആ പാവത്തിന് മുമ്പിൽ എക്സ്പോസ്ഡ് ആകേണ്ടി വന്നു. എന്നുള്ള ദൈവത്തിന്റെ കരുണയാണ്. ആ കരുണ കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് കൃപ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വം. അപ്പൊ ഏതു പാപിയെയും രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പൗലോസ് വിശ്വസിക്കാനുള്ള കാരണം അവനെ രക്ഷിച്ചത് തന്നെയാണ്. അതിന്റെ റീസൺ. ഓക്കെ. നമ്മൾ വേറെ ആൾക്കാരെ നോക്കി പറയായിരിക്കും, അവനെയൊക്കെ ദൈവം രക്ഷിച്ചെങ്കിൽ ദൈവം എത്ര കരുണയുള്ള. പക്ഷെ നമ്മളെ നോക്കി പറയും, നമ്മളെ ഒക്കെ ദൈവം രക്ഷിച്ചെങ്കിൽ ദൈവം എത്ര കരുണയുള്ളവനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. ഈ ബ്രോക്കൺ അല്ലാത്ത ഹൃദയങ്ങളെ ദൈവത്തിന് വർക്ക് ചെയ്യാനേ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി നീഡ്സ് ടു ബ്രേക്ക് us ഫസ്റ്റ്. ബ്രോക്കൺ അല്ലാത്ത ഹൃദയങ്ങളെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കർത്താവ് ആദ്യം അത് നമ്മളെ ബ്രേക്ക് ചെയ്യും. നമ്മുടെ ഹൃദയങ്ങളെ, അതായത് നമ്മുടെ ആ സ്വയനീതിയെ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാനുഷികമായ തലങ്ങളെ കർത്താവ് ബ്രേക്ക് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മുടെ വിശദീകരണത്തിന് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെയാണ് എൻ്റെ അനുഭവം, എൻ്റെ തിമോത്തിയോസെ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നിഷ്ഠൂരനായിരുന്നു. ദൈവം എന്നോട് ഭയങ്കര കരുണ കാണിച്ചിട്ടാണ് എന്നെ രക്ഷിച്ചത്. ഇപ്പോഴും കർത്താവ് കാണിക്കുന്ന ദീർഘക്ഷമയാണ്. ദൈവം എന്നെ വിശ്വസ്തനെ നെല്ലിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ധർമ്മോപദേശത്തിലേക്ക് പോയി മറ്റുള്ളവരെ വിധിച്ച് എല്ലാവരെയും കുഴപ്പത്തിലാക്കരുത്. നമ്മൾ കരുണയുടെ സുവിശേഷം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്, പത്യോപദേശം തന്നിട്ടുണ്ട്. എല്ലാവരെയും വിശുദ്ധരാക്കി മാറ്റാൻ കഴിവുള്ള പത്യോപദേശത്തിൽ നീ ഉറച്ചു നിന്ന് അത് തന്നെ നീ സംസാരിക്കണം എന്ന് തിമോത്തിയോസ് ഉണ്ട്. പൗലോസിന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസിൽ നിന്നും കർത്താവ് അവന് കൊടുത്ത സുവിശേഷത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇത്രയും നേരവും കേട്ടത്. ഓക്കെ. മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പ്രസംഗമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യമാണ്. യുദ്ധസേവ എന്ന് പറഞ്ഞാൽ എന്താണ്, മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ മനസാക്ഷി എന്നുള്ള വാക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് ഒബ്വിയസ് ആയതുകൊണ്ട്. വിശ്വാസം പല പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് വിശ്വാസവും മനസാക്ഷിയും തമ്മിലുള്ള ബന്ധം? മനസാക്ഷി പല രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ മനസാക്ഷി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു മനസാക്ഷി ഉണ്ടായിരുന്നു. ഈ മനസാക്ഷി ഉണ്ടാകുന്നത് നമ്മൾ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ നമ്മൾ പഠിച്ച മോറൽ പാഠങ്ങളിൽ നിന്നാണ് മനസാക്ഷി ഉണ്ടാകുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടോ, മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മോശമാണ്, വേറെ ആളുടെ എടുക്കരുത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മനസാക്ഷിയിൽ കർത്താവ് തന്നെ കോമൺ റെവലേഷന്റെ ഭാഗമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാവും. ഇതെല്ലാം തെറ്റാണ്. അപ്പൊ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ഈ ആർജിച്ചെടുക്കുന്ന മനസാക്ഷി വെച്ചാണ് നമ്മൾ പലപ്പോഴും നീതിമാന്മാരായി കാണപ്പെടുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മനസാക്ഷിയുണ്ട്. എന്താണ് വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന? നല്ല വിശ്വാസവും നല്ല മനസാക്ഷി. ഫെയ്ത്ത് ആൻഡ് കോൺഷ്യൻസ്. ഈ ഫെയ്ത്ത് ബേസ്ഡ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഐ ആം വർത്ത്ലെസ് ആൻഡ് യൂസ്ലെസ് ആൻഡ് ഡിപ്രൈവ്ഡ്. പക്ഷെ എനിക്ക് കർത്താവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവന്റെ ജീവനാണ് എന്നിൽ വസിക്കുന്നത്. അപ്പൊ ഇത് ഫെയ്ത്ത് ആണ്. അപ്പൊ ഫെയ്ത്തിലൂടെ ഉണ്ടാകുന്ന കോൺഷ്യൻസ് എന്താണ്? ഫെയ്ത്തിലൂടെ ഉണ്ടാകുന്ന കോൺഷ്യൻസ് എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചുള്ള ആ തിരിച്ചറിവിന്റെ മനസാക്ഷിയാണ്. അതായത് ഞാൻ യേശുക്രിസ്തുവിനെ പോലെ അല്ല എന്നുള്ളത് എനിക്കറിയാം. എന്റെ പോയിന്റ് ഓഫ് ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടു ബിക്കം ലൈക്ക് എനി അതർ മാൻ, ബട്ട് ടു ബി സീൻ ഇൻ ക്രൈസ്റ്റ്, ബട്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു മനസാക്ഷിയാണ് ശരിക്കും ഈ നിർമ്മല മനസാക്ഷി എന്ന് പറയുന്നത്. ഈ വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മനസാക്ഷി, ദാറ്റ്സ് ആക്ച്വലി ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നമ്മൾ മാറുമ്പോൾ ആ മനസ്സിന്റെ വിറ്റ്നസ് ആണ് സാക്ഷി. എന്നോട് പറയുകയാണ്, നീ ആയിട്ടില്ല, ഇതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ആ മനസാക്ഷി എന്നെ ഉപദേശിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിന്നുള്ള ഉപദേശം തരുന്ന മനസാക്ഷിയുള്ളവനായിരിക്കണം. ഫെയ്ത്ത് ബേസ്ഡ് കോൺഷ്യൻസ്. മറ്റത് ആർജിച്ചെടുക്കുന്നതാണ്, അക്വയർഡ് കോൺഷ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനസാക്ഷി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത കൊണ്ടോ ഉണ്ടാകുന്ന മനസാക്ഷിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഫെയ്ത്ത് കോൺഷ്യൻസ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ നമുക്ക് ദൈവം നൽകുന്ന ക്രിസ്തുവിന്റെ മനസ്സിനെ ബേസ് ചെയ്തുള്ള സാക്ഷ്യമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സിനെ ബേസ് ചെയ്തുള്ള സാക്ഷ്യം എന്ന് പറയുമ്പം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെ നിങ്ങൾ എല്ലാവരും മാറണം എന്നുള്ള ആജ്ഞയിൽ നിന്നുണ്ടാകുന്ന സാക്ഷ്യം, ആ സാക്ഷ്യം എപ്പോഴും എന്നെ ബ്രോക്കൺ ആക്കുകയും അതേസമയത്ത് തന്നെ ആ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ് ഈ മനസാക്ഷ്യം. ഇവിടുത്തെ മനസാക്ഷ്യം എന്ന് പറയുന്നത് ഫെയ്ത്ത് പ്ലസ് കോൺഷ്യൻസ്. Along with faith, we also need to have a conscience based on faith. ഓക്കെ, അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു മാൻ മോഡൽ അല്ല, ഒരു ക്രൈസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഒരു യുദ്ധസേവ നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് ചെയ്യുവാനാണ് ഇവിടെ നിർബന്ധിക്കപ്പെടുന്നത്. ഓക്കെ, ചിലർ ഈ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസ് അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടത് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ചില ക്രൂഷ്യൽ ദീസ് ആർ വെരി ക്രൂഷ്യൽ വേഴ്സസ്. നമുക്ക് നോക്കാം എന്താണ് നല്ല മനസാക്ഷി പോയുള്ള കുഴപ്പം. പെന്റക്കോസ്റ്റൽ ചർച്ചകളിൽ നിന്ന് ഫെയ്ത്ത് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഫെയ്ത്ത് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് തരത്തിലാണ് ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷാകരമായ ഫെയ്ത്താണ്. രക്ഷാകരമായ ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാവരിലും കർത്താവ് ഡിപ്പോസിറ്റ് ചെയ്ത് രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫെയ്ത്ത് ആണ് രക്ഷാകരമായ ഫെയ്ത്ത്. ദാറ്റ്സ് അബൌട്ട് ഹെവൻ, ദാറ്റ്സ് ആൻ അഷുറൻസ് ദാറ്റ് ഐ വിൽ ഗോ ടു ഹെവൻ. എന്നാൽ പ്രാക്ടിക്കൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു രോഗമുണ്ടെന്ന് വിചാരിച്ചു, ഈ രോഗം മാറുമെന്നുള്ള ഫെയ്ത്ത്. ഇത് പ്രാക്ടിക്കലി ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവം സൗഖ്യം തരാൻ ശക്തനായ ദൈവം തന്നെയാണ്. ഈ ആദ്യത്തെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡിപ്പോസിറ്റ് ആണ്. രണ്ടാമത്തെ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ,
പലരും എന്നോട് വിശ്വസിക്ക് ബ്രദറെ എന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളിൽ എനിക്ക് വിശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന്, ഞങ്ങളുടെ മകന് സുഖമില്ലാതായപ്പോൾ 1.25 വയസ്സുള്ള സമയത്ത് വെൻ ഹി വാസ് ബീയിങ് ഹോസ്പിറ്റലൈസ്ഡ്, എന്നോട് ആൾക്കാർ പറഞ്ഞു, എന്തിനാ ചേച്ചി ഇത്ര ടെൻഷൻ അടിക്കുന്നത്? വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കും, ദൈവം അങ്ങനെയൊന്നും വരുത്തത്തില്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല, ദൈവം കുഞ്ഞിനൊന്നും വരുത്തില്ല. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം മിഷണറിമാർക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ആ വിശ്വാസം വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവം കുഞ്ഞിനെ തിരിച്ചു തരും എന്നുള്ള വിശ്വാസം വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബിക്കോസ് ഗോഡ് ക്യാൻ. നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസം ഷിബുക്കുരിന്റെ പെങ്ങളുടെ, നമ്മുടെ സഹോദരൻ ഷിബുക്കുരിന്റെ പെങ്ങളുടെ മകൻ 23-ാം വയസ്സ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു. ഭയങ്കരമായി ഷോക്കിംഗ്, എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു. ദൈവത്തിന് അധികാരമുണ്ട് തിരിച്ചെടുക്കാൻ. അപ്പൊ ഇത് ദൈവം തരും എന്ന് പറയാൻ എനിക്ക് ഗ്രൗണ്ട് ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസം, എനിക്ക് അങ്ങനല്ല തോന്നുന്നു. ഞാൻ കർത്താവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ എനിക്ക് പറ്റാത്തൊരു പരീക്ഷയായിട്ട് ഇത് മാറില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ, അല്ലാതെ ദൈവം സൗഖ്യമൊക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അധികാരം സമ്മതിക്കണം, വിട്ടു തന്നേക്ക്, നിന്റെ കുഞ്ഞിനെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അവസാനം 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കർത്താവെ നീ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ സൗഖ്യമായി തുടങ്ങിയത്. ശരിക്കും എന്താണ് ഫെയ്ത്ത് എന്നുള്ളത്? ഈ നടത്തിത്തരും എന്നുള്ളൊരു ഫെയ്ത്തിന് വലിയ പ്രസക്തി നടക്കണം. ഈ ലോകത്ത് ഒരു നിർബന്ധമില്ല, ഒന്നും നടക്കണം നിർബന്ധമില്ല. പിന്നെ ചിലർക്ക് ദൈവം അങ്ങനെ ഒരു വിശ്വാസ വരം എന്ന് പറഞ്ഞൊരു വിശ്വാസം കൊടുക്കും. അത് എല്ലാവർക്കും വേണമെന്നില്ല, അത് കൃപാവരത്തിന്റെ ഭാഗമാണ്. പക്ഷെ രക്ഷാകരമായ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ആ ഫെയ്ത്ത് ഇല്ലാതെ ഒരാളും രക്ഷിക്കപ്പെടുന്നില്ല, വീണ്ടും ജനിക്കുന്നില്ല. അപ്പോഴും ഈ ആങ്സൈറ്റി എൻ്റെ ഉള്ളിൽ അന്ന് ഉണ്ടാകുമ്പോഴും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിൽ പോവും. കർത്താവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ആ ഫെയ്ത്തിന് ഒരു കുലുക്കമില്ല. ഈ പെരിഫറൽ എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ള ശക്തി എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഐ ന്യൂ ഇഫ് ഐ ഡൈഡ് ഐ വുഡ് ബി ഇൻ ഹെവൻ. അതിനകത്ത് സംശയമൊന്നും അന്നുമില്ല. അത് ഞാൻ നല്ലതായതുകൊണ്ടല്ല, ബിക്കോസ് ദ ലോർഡ് കോൾഡ് മീ വിത്ത് ദാറ്റ് പ്രോമിസ് എന്നുള്ളതുകൊണ്ടാണ്. അവൻ അവന്റെ വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച് വിശ്വസ്തനായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വിശ്വാസ കപ്പൽ തകരുന്നത് എങ്ങനെയാണ്? ഇന്ന് പലപ്പോഴും നല്ല മനസാക്ഷി വിട്ട് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഫെയ്ത്ത് ഇല്ലാതായി പോകും. ഉദാഹരണത്തിന്, ഒരു നിമിഷം പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കും. പ്രവൃത്തിയാലുള്ള സുവിശേഷം, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഞാൻ നേരിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന പ്രവൃത്തി വേണ്ട എന്നാണ്. ഒരിക്കലും അല്ല. പ്രവൃത്തിയുടെ സ്റ്റാൻഡേർഡ് കൂടിയതുകൊണ്ടാണ്. മനുഷ്യരാൽ അസാധ്യമായതിലേക്ക് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസത്തിന്റെ വഴി പറയുന്നത്. മനുഷ്യരാൽ അസാധ്യമായ ഒരു പ്രവൃത്തിയിലേക്ക് നോക്കാൻ വേണ്ടിയാണ് വിശ്വാസത്തിന്റെ വഴി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ തെറ്റിദ്ധരിക്കുന്നവർ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ പ്രവൃത്തിയാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു നിമിഷം ഈ ധർമ്മോപദേശത്തിലേക്ക് തിരിഞ്ഞാൽ, മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ, അതായത് വിശ്വാസത്തിലുള്ള മനസാക്ഷി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ, ഒരു ധർമ്മോപദേശം ബേസ്ഡ് ആയിട്ടുള്ള മനസാക്ഷി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഉറപ്പ് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കാതെ എങ്ങനെയാണ് ചർച്ചിൽ വരുന്നത് എന്ന് ചോദിച്ചെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ തിരിച്ചൊരു ചോദ്യം, വെള്ള വസ്ത്രം ധരിച്ചാൽ സ്വർഗത്തിൽ പോവുമോ? ഉറപ്പൊന്നുമില്ല. ഇനി കള്ളു കുടിച്ച് നടന്നാൽ നിങ്ങൾ നരകത്തിൽ പോകും ബ്രദറെ. ഓക്കെ, ഫൈൻ. ആർക്കെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. കള്ളു കുടിച്ച് നടക്കുന്ന ഒരാൾ നരകത്തിൽ പോകും. കള്ളുകൂടി നിർത്തിയ സ്വർഗത്തിൽ പോവും? നോട്ട് ഷുവർ. എങ്ങനെ പോകും? കള്ളുകൂടി നിർത്തിയവരല്ല സ്വർഗത്തിൽ പോവും? ഇല്ല. അപ്പം അഷുറൻസ് ഇല്ല. ഇതൊക്കെ ചെയ്യുന്നില്ല, നീതിമാനായി, പക്ഷെ എന്തില്ല, ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു അഷുറൻസ് ഇല്ല, ഫെയ്ത്ത് ഇല്ല. അതായത് നമ്മൾ പ്രവൃത്തി കൊണ്ട് എത്ര നീതിമാന്മാരായാലും അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. കൃത്യമായിട്ട് ദശാംശമായിട്ട് സ്വർഗത്തിൽ പോവും. നമ്മൾ ഈ നീതി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് നോക്കി. ഈ പ്രവൃത്തികളാൽ നിങ്ങൾ നീതിമാന്മാരാകാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ നല്ല മനസാക്ഷി വിട്ട് കളഞ്ഞ് നമ്മുടെ പഴയ മനസാക്ഷിയിലേക്ക് നമ്മൾ തിരിയുമ്പം എന്ത് സംഭവിക്കും? ഈ രക്ഷയുടെ ഉറപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം ഒരു പ്രവൃത്തിക്കും ജീവൻ ഉണ്ടാക്കാൻ സാധിക്കില്ല ആത്മാവിനല്ലാതെ. ആത്മാവിന് മാത്രമേ നമ്മളെ ജീവിപ്പിക്കാൻ സാധിക്കൂ. അപ്പൊ പ്രവൃത്തിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫെയ്ത്ത് മറിഞ്ഞു പോകും. കാരണം നമുക്ക് ഉറപ്പില്ലാതായി പോകും. യേശുക്രിസ്തുവിനെ പോലോട്ട് ആകുന്നില്ല. അങ്ങനെ ആകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു പറയാൻ വേണം. അപ്പൊ അങ്ങനെ ആകാനൊട്ട് പറ്റുന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ പ്രവൃത്തികൾക്കൊന്നും നമുക്കൊരു ഉറപ്പ് തരാൻ പറ്റുന്നില്ല. അപ്പോൾ വിശ്വാസത്തിന്റെ പത്യോപദേശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് പെന്റക്കോസ്റ്റൽ ചർച്ച് പൊതുവെ ഇരിക്കുന്നത്. ഇവിടെ ഹ്യൂമനിയോസും അലക്സാണ്ടറും
വിശ്വാസക്കപ്പൽ തകർന്നു പോകേണ്ട കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെ തകർന്നു പോകുമോ വിശ്വാസക്കപ്പൽ? തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും വിശ്വാസമില്ലാത്തവരായിട്ട് എത്രയോ സ്ഥലത്ത് കാണുന്നുണ്ട്. സോ ദാറ്റ് ഡേഞ്ചർ ഇസ് സ്റ്റിൽ ദേർ. അപ്പൊ അവരെ ഒരു ട്രെയിനിങ്ങിന് ഇട്ടിരിക്കാമെന്നാണ് പൗലോസ് പറയുന്നത്. ഈ ദൂഷണം പറയാതിരിക്കാൻ വേണ്ടി അവരെ ഒരു ട്രെയിനിങ്ങിന് ഞാൻ വിട്ടിരിക്കുകയാണ്. എന്ത് ട്രെയിനിങ് ആണ്? സാത്താനെ ഏൽപ്പിച്ചേക്കുക കഷ്ടങ്ങളിലൂടെ. അപ്പൊ അവർ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല. അവർ നാളെ അടികൊണ്ട് തിരിച്ചു വരുവാണെങ്കിൽ അവരോ, അല്ലെങ്കിൽ അല്ല. സോ വി കാൺട്ട് നോ ഇഫ് സമ്മൺ ഈസ് എ ബിലീവർ ഓർ നോട്ട്. അവൻ രക്ഷിക്കപ്പെട്ടതാണോ, അവൻ കർത്താവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ, ഇതൊന്നും നമുക്ക് ഇപ്പൊ അറിയത്തില്ല. ഇനി കുറെ കഴിയുമ്പോൾ അറിയാം. കാരണം ഇവനെ സാത്താനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ. ഹുമനിയോസ് അലക്സാണ്ടർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൂഷണം കുറയാൻ വേണ്ടി എനിക്ക് തോന്നിയത് എല്ലാം കൂടെ കണക്ട് ചെയ്ത്, ഇത് ഒരു പെർഫെക്റ്റ് വ്യാഖ്യാനമല്ല, എങ്കിലും ഞാനൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. നേരത്തെ പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് 13-ാം വാക്യത്തിൽ, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവനിഷ്ഠൂരനുമായിരുന്നു. ഇവിടെ ഇവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇവർ ദൂഷകരാകാതിരിക്കാൻ വേണ്ടി, ദൂഷണം പറയാതിരിക്കാൻ വേണ്ടി സാത്താനെ ഏൽപ്പിച്ചിരിക്കും. അപ്പൊ ദൂഷണം എന്നൊരു വാക്ക് നമുക്കറിയാം, മറ്റുള്ള ഒരാളെ ദുഷിക്കുക അല്ലെങ്കിൽ ദൈവത്തെ ദുഷിക്കുക. മറ്റൊരാളെ ദുഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഷ്ഠൂരത, അത് ഈ ധർമ്മോപദേശം പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ ആ ഭാഗത്തിൽ നിന്ന് തന്നെ വരുന്നതാണിത്. അവിടെ പറയുന്നത് ഇവരെന്താണ് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്താൽ അല്ലാത്ത ഒരു നീതിയെ പരിശീലിച്ച് ചെയ്ത് മറ്റുള്ളവരെ ദുഷിക്കുന്നവരായി, ദൂഷകരായി മാറി. ഇതാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന വേണമെങ്കിൽ നമുക്കതിന്റെ ആ ഫുൾ ചാപ്റ്ററിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. കാരണം ആ ഫുൾ പാസേജ് നമ്മൾ നോക്കി കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചിലർ ഇവ വിട്ടുമാറി എന്ന് പറയുന്നു. ഇവിടെ വിട്ടുമാറിയവരുടെ പേര് പറയുന്നു. അത് പത്യോപദേശത്തിനും സുവിശേഷത്തിനും ചേരുന്ന കാര്യമല്ല, വിശ്വാസത്തിന് ചേരുന്ന കാര്യമല്ല എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ആളുകൾ എങ്ങോട്ടാ വിട്ടുപോയത്? ക്രിസ്തുവിന്റെ മനസാക്ഷിയിൽ നിന്ന് മാറി ആ മനസാക്ഷിക്കെതിരെ നിന്നിട്ട് സുവിശേഷത്തിന്റെ ഉപദേശത്തിന് വിരോധമായി ധർമ്മോപദേശം സ്ഥാപിക്കാൻ വേണ്ടി അവര് ആ ഒരു പ്രസംഗത്തിലേക്ക് അവർ തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ വിശ്വാസ കപ്പൽ തകർന്ന് അവര് ദൂഷണം പറയുന്ന ആളുകളായിട്ട് മാറി. ഫെയ്ത്തിലൂടെ നോക്കിയാൽ ദൂഷണം പറയേണ്ടി വരില്ല. എന്നാൽ ഫെയ്ത്ത് ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും ദൂഷിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ പൊതുവെ ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തിന്റെ പൊതുവെ ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ദൂഷണം പറയുന്ന രീതിയിൽ മനസാക്ഷി നഷ്ടപ്പെട്ടവരായി, വിശ്വാസം ത്യജിച്ചു കളഞ്ഞവരായി, ക്രിസ്തുവിന്റെ വിശ്വാസത്തിനും ജീവനും യോഗ്യമല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു നിലവാരം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ വാക്യങ്ങളിലൂടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ഓർക്കണമെന്ന പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്നത് പാപിയായ എന്നോട് ദൈവം കാണിച്ച കരുണയെ ഓർക്കുമ്പോഴാണ് ആ നല്ല മനസാക്ഷി നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ വേറൊരാളെ നോക്കിക്ക്, എന്നിട്ട് എന്റെ കാര്യം ആലോചിച്ചേക്ക്, പാപിയും നിഷ്ഠൂരനും ദൂഷകനുമായ എന്നോട് കർത്താവ് കാണിച്ച വലിയ കൃപ ഓർത്തു കഴിയുമ്പോൾ അവനെയും വിശ്വാസത്തോടെ സ്നേഹത്തോടെ നോക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു മനസാക്ഷി, മറ്റുള്ളവർക്ക് തോന്നേണ്ട ഒരു നല്ല മനസാക്ഷി, ഒരു ഇടവനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. തിമോത്തിയോസ് ബീങ് എ ഷെപ്പേർഡ്, ഒരു ഇടവൻ എന്നുള്ള രീതിയിൽ ഇത് തിമോത്തിയോസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം അവൻ ജഡ്ജ്മെന്റിലാകാതിരിക്കുക എന്നുള്ളതും, ദൂഷണം പറയാതിരിക്കുക എന്നുള്ളതും, കൃപയെ ഓർക്കുക എന്നുള്ളതും, പത്യോപദേശം ശരിയായ രീതിയിൽ ആ സഭയിൽ പഠിപ്പിക്കുക എന്നുള്ളതും തിമോത്തിയോസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പൗലോസ് പറയുകയാണ്, എന്നെ രക്ഷിച്ചത് ഈ കൃപയാണ്, കർത്താവ് എന്നോട് കാണിച്ച കരുണയും വാഗ്ദത്തങ്ങളുമാണ്, അവൻ ഇന്നും എന്നോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ആ നല്ല മനസാക്ഷി എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് കുറച്ച് നേരത്തെ നിർത്തേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രം വരെ ഒരു യാത്രയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ യാത്രകളെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ അവിടുത്തെ പുത്രനിലൂടെ കാണിച്ച വലിയ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദീർഘക്ഷമ, ഞങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന നല്ല മനസാക്ഷി, കർത്താവെ, നല്ല മനസാക്ഷി വിട്ടുപോകാതെ, കർത്താവെ, എല്ലാവരോടും കരുണ കാണിക്കുന്നവരായി, ദൂഷണം പറയാതെ കർത്താവെ സ്തോത്രം ചെയ്യുന്നവരാക്കി ഞങ്ങളെ ഓരോ ദിവസവും നിലനിർത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആ മുന്നറിയിപ്പുകൾ ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെ കുറിച്ച്, മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, ദൂഷണം പറയുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ച് കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുന്നവരുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം
ആ പാപത്തിന്റെ സെൻസിൽ നിന്ന് കർത്താവ് അവിടുന്ന് ഞങ്ങളെ ആ നീതിയുടെ ആ വലിയ ആലിംഗനത്തിലേക്ക് ഞങ്ങളെ നടത്തുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. നന്ദി പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.